അഡ്വർടൈസിങ് ഫീൽഡിൽ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര കോമ്പറ്റീഷനാണ്, പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ. അതേസമയം അടുത്ത കാലത്തായി ധാരാളം ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഒരു കോമ്പറ്റീഷനെ കുറിച്ചും ഈ ഒരു ട്രെൻഡിനെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ ഞാനും ഡിസൈൻ ഫീൽഡ് തിരഞ്ഞെടുത്ത ഒരാളാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാനും കൺഫ്യൂസ്ഡാണ്. അതുപോലെ തന്നെ ഈ ഫീൽഡിൽ പുതുതായി വന്ന ആളുകൾ അവർ ഫ്രീലാൻസായി വർക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതായത് ഒരു ഏജൻസിൻ്റെ ബേസിലല്ലാണ്ട് ഫ്രീലാൻസായി വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? സാറിന് അതിനെക്കുറിച്ച് ഫ്രീലാൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 3 കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നസ്രി ചോദിച്ചത് ഇതിൻ്റെ കോമ്പറ്റീഷൻ, അഡ്വർടൈസിങ് മേഖലയിലെ കോമ്പറ്റീഷൻ. റഷ ചോദിച്ചത് അതുകൊണ്ടുണ്ടായിരുന്ന ആശങ്കകൾ. ഷിബിൽ ചോദിച്ചത് ഫ്രീലാൻസിങ് മോഡൽ, അതിൻ്റെ ഗുണവും ദോഷം എന്താണ്, എല്ലാവരും ഓപ്റ്റ് ചെയ്ത് എന്താണെന്നുള്ളത്. അപ്പോൾ അത് 3 കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വർടൈസിങ് ഒരു ഇപ്പോൾ കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ദർ ഇസ് എ സെയിങ് ലൈക്ക് if you know how to play with fire, you won't get burned. If you don't know how to play with fire, you will definitely get burned. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീ കൊണ്ട് കളിക്കാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് പൊള്ളില്ല. നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊള്ളും. അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അഡ്വർടൈസിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് യു ഓൾ നോ, ഒരു ബ്രാൻഡിനെ പുഷ് ചെയ്യാനും അല്ലേ, ബ്രാൻഡിനെ പുഷ് ചെയ്യാനും അല്ലെങ്കിൽ ബ്രാൻഡിനെ മാർക്കറ്റിൽ പിടിച്ചു നിർത്താനും ഒക്കെയുള്ള സംഭവമാണ്. ഈ പറഞ്ഞ കോമ്പറ്റീഷൻ്റെ വേറെ സൈഡ് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അഡ്വർടൈസിങ് മേഖലയ്ക്ക് കൂടുതൽ ആൾക്കാർ കടന്നു വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺലൈക്ക് ഇനി അത് പ്രൊഫഷൻ, ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലയൻറ്റ് സൈഡിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വർക്കിനെ കുറിച്ച് കൺസേൺഡ് ആയ ആളുകൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബിഫോർ ദേ അപ്രൂവ് ഈ ഓണേഴ്സ് ആയിരിക്കും ഇതൊക്കെ കാണാം. മറ്റുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ MRP അല്ലാന്നുണ്ടെങ്കിൽ വിലയോ ഏതാണ് കുറഞ്ഞുള്ളത് എന്ന് നോക്കിയിട്ട് പിന്നെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല, ഇതെല്ലാം കോൺസെപ്റ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ, ഇപ്പോൾ ബ്രാൻഡിൻ്റെ ഓണർ, അയാൾക്കായിരിക്കും അത് അയാൾ സ്റ്റാർട്ട് ചെയ്ത് നർച്ചർ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സംഭവത്തെ എന്ത് ചെയ്യണം, പിന്നെ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ടെൻഷൻ ഉണ്ടാവും. കാരണം അത് ഒരു റോങ് വേയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് ബ്രാൻഡിനെ ബാധിക്കും.